ഹലോ, ഗുഡ് മോർണിംഗ്. കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു കേട്ടോ, രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പം ഒരു വീഡിയോ ചെയ്യണമെന്ന്. നടക്കാറില്ല, പിന്നെ തീരെ സമയം കിട്ടാറില്ല കേട്ടോ. പിന്നെ എൻ്റെ ക്യാമറ കാണുമ്പോഴേ എൻ്റെ മോൻ അത് എടുത്തുകൊണ്ട് ഓട്ടമാണ് പരിപാടി. അതുകൊണ്ട് എനിക്ക് കുറച്ച് വീഡിയോ ഇടാനൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഞാൻ കിട്ടുന്ന സമയങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ വരുമ്പം കുറച്ച് പാടാണ്. എന്നാലും ഒരാഗ്രഹത്തിന് നമ്മളങ്ങ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ മോർണിംഗ് ഒരു 6:30 തൊട്ട് 8 വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ. ഞാൻ എൻ്റെ പണികളൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോഴേ എൻ്റെ ആൾ കറക്റ്റ് 6:30 ആകുമ്പോൾ എഴുന്നേറ്റ് വരും കേട്ടോ. പിന്നെ ഒക്കത്താണ് ഇരിക്കുന്നത് മൊത്തം. പിന്നെ താഴെ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അവനിലെ റോബോട്ട് ഇങ്ങനെ ഉണരും. കാരണം അപ്പം ഇങ്ങനെ ഫുൾ വർക്കിംഗ് ആണ് കേട്ടോ. കൈയും കാലും ഇങ്ങനെ അടങ്ങിയിരിക്കത്തില്ല. മോളെ പിന്നെ ഒരു വട്ടം ഇപ്പോൾ വിളിച്ചാൽ മതി, അപ്പോൾ ആൾ തന്നെ എഴുന്നേറ്റ് വന്ന് പല്ലൊക്കെ തേച്ചോളും. പിന്നെ ഞാനും എൻ്റെ അസിസ്റ്റൻറ്റും കൂടിയാണ് പണികളൊക്കെ ചെയ്യുന്നത്. പണികൾ മീൻസ് 2 പേർക്കും, മക്കൾക്ക് വേണ്ടി മാത്രമുള്ള പണികളൊക്കെ ഞാൻ രാവിലെ അങ്ങ് ചെയ്ത് തീർക്കും കേട്ടോ. അങ്ങനെ ഞാൻ വെള്ളം എടുക്കുകയാണ്. സ്കൂളിൽ കുഞ്ഞിനെ കൊണ്ടുപോകാനുള്ള ടിഫിനൊക്കെ തയ്യാറാക്കുന്നതിൻ്റെ ഇടയ്ക്ക് രണ്ടും കൂടെ അടിയായി. അടി വേറൊന്നിനുമല്ല, ആ കുപ്പിക്ക് വേണ്ടിയാണ്. കുപ്പി അവളുടേതാണെന്ന് പറഞ്ഞതിനാണ് അവൾ അത്രയും, അവനാണെങ്കിൽ മുടിയിലെല്ലാം പിടിച്ച് വലിക്കുന്നത്. മോളാണെങ്കിൽ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തോളും കേട്ടോ. പിന്നെ ഏറ്റവും മടിയായിട്ടുള്ളൊരു കാര്യമാണ് ടൈം ടേബിൾ അടുക്കുക എന്ന്. അതെന്നും ഞാൻ തന്നെ കേട്ടോ ചെയ്തു കൊടുക്കുന്നത്. ടിഫിനൊക്കെ എടുത്ത് വെച്ചാൽ മതി, മോള് തന്നെ എല്ലാം റെഡിയാക്കിക്കോളും. അങ്ങനെ ലുക്കുവിന് വേണ്ടി കുറുക്കാണ് രാവിലെ ഞാൻ കൊടുക്കുന്നത്. അത് കഴിയുമ്പം അവൻ എന്തെങ്കിലും ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ കഴിക്കാൻ കൊടുത്താൽ മതി കേട്ടോ. ഞാൻ കണ്ടില്ലേ, താഴെ ഇറക്കിയ സമയം കൊണ്ട് ആ കല്ലുവിൻ്റെ വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് വന്ന് അവിടെ എല്ലാം വെള്ളമാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഞാനൊന്ന് തുടയ്ക്കാൻ പോയതാണ്. തുടച്ച് പകുതി ആയപ്പോഴത്തേക്കും ആൾ വന്നത് മേടിച്ച് പിന്നെ അവന് കളിക്കാനുള്ള സാധനമായി. പിന്നെ അതിനു വേണ്ടി വഴക്കായിരുന്നു. അതൊക്കെ ഒന്ന് ഈ മുടി കെട്ടുന്നതാണ് വമ്പൻ ടാസ്ക്. കണ്ടില്ലേ, പാട്ടൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ആൾ അവിടെ നിന്ന് ഡാൻസ് കളിച്ച് അങ്ങനെ അങ്ങ് കുറച്ച് സമയം പോവും. അങ്ങനെ മുടിയൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആൾക്കൊരിച്ചിരി പാലുമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ കുറച്ച് ഉഷാറാവും. പിന്നെ മോള് പോയി കഴിയുമ്പോഴേ കുഞ്ഞിനെ കഴിക്കാൻ കൊടുക്കും. അപ്പോഴേ അങ്ങനെ ഞാൻ എന്തെങ്കിലും ഒന്ന് ചായ കുടിക്കാനോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ സമയമാകുമ്പോഴത്തേക്കും അവനിങ്ങനെ ടി വിയിൽ പാട്ട് വെച്ച് കൊടുക്കും. ആൾക്ക് ആ കുഞ്ഞു കുട്ടികളുടെ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആൾ ഡാൻസും കളിക്കും. അതൊക്കെ കളിച്ച് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു പ്രശ്നം, ഞാനിതിങ്ങനെ ഇരുത്തി മാറ്റി 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 ഇങ്ങനെ കൊടുക്കണം. പിന്നെ ഞാൻ അതിനൊരു പരിപാടി ചെയ്യും, മാറ്റിയിട്ട് ആ റിമോട്ട് നേരെ എടുത്ത് മേലോട്ട് വെച്ചിട്ട് അറിയാത്ത പോലെ അങ്ങ് പോവും. കണ്ടില്ലേ, ഇങ്ങനെ ഡാൻസ് കളിച്ച് ടി വിയുടെ മേളിൽ വരെ കയറും കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ ഇച്ചിരി ചായയൊക്കെ കുടിച്ച് അപ്പോഴത്തേക്കും വെളിയിലൊരു വിളി വന്നിട്ടുണ്ടായിരുന്നു. മീൻകാരൻ്റെ വിളി വന്നിട്ടുണ്ടായിരുന്നു. അവർ ഹോൺ അടിക്കുന്നുണ്ട്. ഞങ്ങൾ എന്നോട് വിളിച്ചെന്ന് നോക്കി കേട്ടോ. മീൻ മേടിച്ചില്ല, വലിയ മീനൊന്നും ഇല്ല. വലിയ മീനില്ലാന്ന് മീൻസ് മുള്ള ഉള്ള മീനാണ് അധികം, ഈ സീഡി ടൈപ്പുള്ള. അതുകൊണ്ട് ഞങ്ങൾ മേടിച്ചില്ല കേട്ടോ. പിന്നെ ഞങ്ങളുടെ വെളിയിലെ പച്ചക്കറിയൊക്കെ നോക്കിയിരുന്ന സമയം കൊണ്ട് ചേച്ചിയുടെ ബസ് വന്നിട്ടുണ്ട്. പിന്നെ ചേച്ചിയുടെ പോകാനുള്ള അങ്കമാണ് കേട്ടോ നടക്കുന്നത്. ഇപ്പോൾ സമയം കറക്റ്റ് 8:05 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടിയൊക്കെ പോയിട്ടുണ്ട്. ഇനി നേരെ പോയി ഞങ്ങൾ കുളിച്ച് ഉറങ്ങാൻ പോവുകയാണേ.